അരക്കൻ ആർമിക്ക് വലിയ മുന്നേറ്റമാണ് മ്യാൻമറിലുണ്ടാകുന്നത്. അവരിപ്പോൾ ബംഗ്ലാദേശിൻ്റെ കപ്പലുകൾ പിടിച്ചു, 2 എണ്ണം വിട്ടുകൊടുത്തു, 2 എണ്ണം കസ്റ്റഡിയിലാണ്. അരക്കൻ ആർമിക്ക് പക്ഷേ ഒരു വലിയ പരാധീനത ഉണ്ടായിരുന്നത് അവർക്ക് വിമാനങ്ങളുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർക്ക് വിമാനങ്ങളും വേണമെങ്കിൽ കിട്ടും എന്ന് തോന്നുന്നു. അതിനുള്ള സാഹചര്യം അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് 2 പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ അവർ പിടിച്ചിട്ടുണ്ട്, അരക്കൻ ആർമി. അത് രഖീനിലുള്ള താണ്ട്വേ, പിന്നെ ലഷ്യോ എന്ന് പറഞ്ഞ വിമാനത്താവളം, അത് റക്കീൻ്റെ പുറത്താണ്. അപ്പോൾ റക്കീൻ്റെ അകത്തും ഒരെണ്ണം കിട്ടി, പുറത്തും കിട്ടി. 2 വിമാനത്താവളങ്ങൾ, താണ്ട്വേയും ലാഷ്യോയും. ഇത് 2 വിമാനത്താവളങ്ങൾക്ക് പുറമെ ഇപ്പോൾ അവർക്ക് 93 നഗരങ്ങൾ അവരുടെ കൈവശം വന്നിട്ടുണ്ട്. അപ്പോൾ രക്കീനിലെ 17 ടൗൺഷിപ്പിൽ 14 അവരുടെ കയ്യിലാണ്. ഇപ്പോൾ 2 എയർപോർട്ടുമായി, പിന്നെ ഈ അതിർത്തി കച്ചവടം ബംഗ്ലാദേശുമായിട്ടുള്ള തുറമുഖങ്ങളുണ്ട്. തുറമുഖങ്ങൾ സിദ്വേ നമ്മുടെയാണ്, അതെ, അവരുടെ മേഖലയിലാണ്. പലേത്വ നദീമുഖത്തും ഉണ്ട്. അപ്പൊ അങ്ങോട്ടൊക്കെ പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ ചരക്ക് കപ്പലുകൾ പിടിച്ചല്ലോ, അതിൽ ഈ പറഞ്ഞ പോലെ 2 എണ്ണം കൊടുത്തിട്ടുള്ളൂ, 2 എണ്ണം അവർ കസ്റ്റഡി വെച്ചിരിക്കുക. അതെ, മാത്രമല്ല അവർക്ക് ഈ കപ്പൽ പോയി ഇവർ പിടിച്ചത് ഇവരുടെ പെട്രോൾ ബോട്ടുകൾ വഴിയാണ്. അപ്പോൾ പെട്രോൾ ബോട്ടുകളുണ്ട്, വേണമെങ്കിൽ 2 ചരക്ക് കപ്പൽ കൊടുക്കാതിരുന്നാൽ അതൊരു സൈനിക ആവശ്യത്തിനുള്ള കപ്പലായിട്ട് മാറ്റാം. അത് മാറ്റാമെന്ന് മാത്രമല്ല, അതിൻ്റെ അകത്ത് ചരക്കുകളും ഒക്കെ കഴിഞ്ഞ ദിവസം പിടിച്ചതിൻ്റെ അകത്ത് തന്നെ 35 കോടി രൂപയുടെ ചരക്കുകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല റാൻസം വാങ്ങിയിട്ടാണ് വിട്ടുകൊടുത്തത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ, അതല്ലാതെ വെറുതെ കൊടുക്കാൻ പറ്റുമോ? കാരണം ബംഗ്ലാദേശിലെ കച്ചവടക്കാരുടെയാണ്. അതെ അതെ, അവിടെ ഒരു ചേംബർ ഓഫ് കൊമേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അവരിപ്പോൾ വലിയ പ്രതിഷേധത്തിലാണ്. ബംഗ്ലാദേശ് ആർമിയോട് പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. ഇത് 41 ദിവസത്തിന് ശേഷമാണ് 2 കപ്പലുകൾ വരാൻ ധൈര്യപ്പെട്ടത്. ഡിസംബർ 3 ശേഷം ആദ്യമായിട്ട് വന്ന കപ്പലാണ് പിടിച്ചത്. അപ്പോൾ നാഫ് നദി കംപ്ലീറ്റ് അവരുടെ കയ്യിലാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അരക്കൻ ആർമിക്ക് നേരെ അരക്കൻ ആർമി വരുന്നു എന്നറിഞ്ഞ് ജുണ്ട ആർമി, മ്യാൻമറിൻ്റെ ആർമി ചില സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇപ്പോൾ 2 എയർപോർട്ടുകൾ പിടിക്കുമ്പോൾ, എയർപോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ അത്യാവശ്യം വിമാനങ്ങളുള്ള ഉണ്ടാവും. അല്ല, എയർപോർട്ടിലെ ഈ സ്ഥലം മാത്രം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതല്ല, അതിൻ്റെ അകത്ത് വേണ്ടി വരാവുന്നത് യുദ്ധവിമാനങ്ങൾ വേണ്ടി വരും. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അറിയില്ല. അരക്കൻ ആർമി പിടിച്ചെടുക്കുമ്പോൾ അവർ വെറുതെ എയർപോർട്ട് പിടിച്ചിട്ട് എന്താ കാര്യം? യുദ്ധവിമാനങ്ങൾ ഇനി രംഗത്ത് വന്നു കഴിഞ്ഞാൽ സംഗതി ആകെ മാറും. അതെ, ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും റിപ്പോർട്ടിൽ വായിക്കുമ്പോൾ നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നില്ലെങ്കിലും സംഭവിക്കുന്നത് ഈ ജനവാസ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തുന്നുണ്ട് ഈ ജുണ്ട ആർമി, പട്ടാള ഭരണകൂടത്തിൻ്റെ എയർഫോഴ്സ്. കുറച്ച് വിമാനമൊക്കെ അവരുടെ കയ്യിൽ ഇപ്പോൾ കാണും. ഈ സ്ഥലങ്ങളൊന്നും കയ്യിലില്ല, ലോക്കൽ സപ്പോർട്ടും ഇല്ല. അപ്പോൾ ജനങ്ങളെ ആക്രമിക്കുക എന്നുള്ള, എന്താ പറയുക, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങളാണ് ഇവർ വീഴാൻ പോവുകയാണ് മ്യാൻമർ. അതിന്റെ ഭാഗമായി കാണിക്കുന്ന പരാക്രമങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. 270 കിലോമീറ്റർ അതിർത്തി ഇവരുടെ കയ്യിലാണ്, എയുടെ കയ്യിലാണ്. പിന്നെ ഈ റക്കീൻ പ്രവിശ്യ മുഴുവൻ പിടിച്ച ശേഷം ഇപ്പം മധ്യഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റക്കീനിലൊന്നും ചെയ്യാനില്ല. ആൻ എന്ന് പറഞ്ഞ നഗരം വീണു. അത് ഈ പട്ടാള കേന്ദ്രം, പട്ടാള ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലമാണ് ഈ ആനും. ഇതിന് മുമ്പ് അവർ പിടിച്ചിട്ടുള്ള ഈ സ്ഥലങ്ങളും ഒക്കെ മാങ്ദോ, പിന്നെ താങ്കൂപ്പ്, ഇതൊക്കെ പട്ടാള താവളങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. മാങ്ദോ പിടിച്ചപ്പോൾ അവിടുത്തെ ബ്രിഗേഡിയർ ജനറൽ ഓടിപ്പോയ ആളെ ഓടിച്ചിട്ട് പിടിച്ചത്. ബ്രിഗേഡിയർ ജനറൽ തുറീൻ തുൺ എന്ന് പറഞ്ഞ ആളെയാണ് ഓടിച്ചിട്ട് പിടിച്ചത്. അയാളൊരു കുപ്രസിദ്ധ ബ്രിഗേഡിയർ ആയിരുന്നു, ഒരുപാട് അക്രമമൊക്കെ കാണിക്കുന്ന ആ ബ്രിഗേഡിയറിനെ പിടിച്ചു. കമാൻഡിങ് ഓഫീസർ ആയിരുന്നു ആ ക്യാമ്പിലെ, മിലിറ്ററി ക്യാമ്പിലെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ താവളമൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ 25 ആയുധ ഫാക്ടറികൾ കയ്യിൽ വന്നു. അപ്പോൾ കരയുദ്ധത്തിന് വേണ്ട ആയുധങ്ങളൊക്കെ അരക്കൻ ആർമിയുടെ കയ്യിലുണ്ട്. ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് 2 പ്ലെയിനൂടെ കിട്ടിയാൽ കൊള്ളാം. അതെ, ഒരു 2-3 എണ്ണമൊക്കെ കിട്ടിയാൽ. അതിനാണിപ്പോൾ 2 എയർപോർട്ട് പിടിച്ചു. അവിടെ എന്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു, സൈനിക വിമാനങ്ങളുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. സൈനിക വിമാനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ സൈനിക വിമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണെന്നറിയാമോ? കാരണം എന്താണെന്ന് വെച്ചാൽ മ്യാൻമാറിലെ ഈ പട്ടാള ഭരണകൂടത്തിനെ നമ്മളിപ്പോൾ കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വന്നപ്പോൾ മറ്റേത് നമ്മൾ ഫോഴ്സസിന് വിട്ടുകൊടുത്തല്ലോ, സേനയ്ക്ക്. അതുപോലെ ഡൽഹിയിൽ പാലം വിമാനത്താവളം പഴയത്, അത് പിന്നെ നമ്മൾ എയർഫോഴ്സിനൊക്കെ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞ പോലെയൊന്നും കൊടുക്കാൻ മ്യാൻമാറിലില്ല.
അപ്പോൾ അവർ ഉള്ളതൊക്കെ തന്നെ പല പഴയ വിമാനങ്ങളായിരിക്കും. അവർക്ക് ഈ പോർ വിമാനങ്ങൾ ഈ വിമാനത്താവളങ്ങളിലെ ഹാങ്ങറിൽ ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അരക്കൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അത് പറപ്പിക്കാൻ പൈലറ്റുമാർ വേണ്ടേ? അത് വേണം. പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ ഇവരുടെ നേതൃത്വം അത്ര മോശമല്ല. അല്ലല്ല. കാരണം ഒരാൾ ഈ പ്രാക്ടീസിങ് ഡോക്ടറായിരുന്ന ആൾ തന്നെയാണ്. പിന്നെ ഈ ജനങ്ങളുടെ പിന്തുണ ഗംഭീരമായിട്ടുണ്ടല്ലോ. അവരുടെ കൂട്ടത്തിൽ എന്തായാലും ഇത്തരം ആളുകൾ ഇനി പട്ടാളത്തിൽ നിന്നുള്ള ഡിഫെക്ഷൻസ് വരില്ല. അതെ, പട്ടാളത്തിൽ നിന്ന് തന്നെ ഇവർക്ക് പൈലറ്റുമാരെ ജുണ്ട ആർമിയിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. അത് ഈ ഭരണകൂടം വീഴുന്ന് കാണുമ്പോഴേക്കും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ധാരാളമായിട്ട് കിട്ടും. ആയുധങ്ങളുണ്ട്. അല്ല, എയർപോർട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ എയർപോർട്ട് പിടിക്കുക, റേഡിയോ സ്റ്റേഷൻ പിടിക്കുക, ടെലിവിഷൻ സെൻറ്റർ പിടിക്കുക, ഇതൊക്കെ ഒരു സേന നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ മേൽ അപ്രമാദിത്യം കൈവരിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഇപ്പോൾ എയർപോർട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ എയർപോർട്ട് ഇവർ കരുതിക്കുട്ടി എയർപോർട്ട് പിടിച്ചിട്ട് ഇവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതൊന്ന് ഞങ്ങൾ വീണ്ടും എമർജ് ചെയ്തൊന്ന് കാണിക്കാനും, ഒരു പക്ഷേ അവർക്ക് നേരെ ആക്രമണം, വിമാനാക്രമണം, വ്യോമാക്രമണം വന്നതുകൊണ്ട് അത് തടയാനോ അല്ലെങ്കിൽ തിരിച്ച് ആക്രമണം നടത്താനുള്ള സന്നാഹങ്ങൾ ഒരുക്കാനോ ആയിരിക്കാം സ്വാഭാവികമായി. അല്ല പിന്നെ വിമാനത്താവളം കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വിമാനത്താവളം കിട്ടി, അവിടെ നിന്ന് ഏതെങ്കിലും വാർ പ്ലെയിൻസും കിട്ടി, അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറപ്പിക്കാൻ പറ്റുന്ന പൈലറ്റ്സിനെയും കിട്ടിയാൽ ഒരു പക്ഷേ യുദ്ധത്തിൻ്റെ കളി മാറുകയായിരിക്കും. അത് കളി മാറുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫൈറ്റിംഗ് ടു ക്യാപ്ചർ ദ റിമൈനിങ് ടെറീസ് ഈസ് സ്റ്റിൽ ഓൺ ഗോയിങ്. അത് റക്കീൻ പിടിച്ചു, പിന്നീട് മധ്യഭാഗത്തേക്ക് പോയി. ഇനി ഈ ഭരണകൂടം നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള പോക്കാണ് ഈ വീഴാനുള്ളത്. അത് വീണ് കഴിഞ്ഞ് അവിടെ ഈ റക്കിൻ്റെയും ചിന്നിൻ്റെയും ഒക്കെ ആളുകൾ സഖ്യത്തിലേർപ്പെട്ടിട്ട് ആ രണ്ട് സേനകളെ ഒന്നിച്ചു ചേരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ ചൈനയൊക്കെ ചെറുതാണ്. ചിന്നും റക്കീനും ഉള്ളൂ ചൈനയുടെ സ്വാധീനത്തിൽ പെടാത്തത്. അങ്ങനെ ഭരണകൂടം വരുമ്പോൾ പിന്നെ വിമാനത്താവളത്തിന് ഗുണമുണ്ടല്ലോ. ഇതിപ്പോൾ 1 കൊല്ലമായില്ലേ ഫൈറ്റ് തുടങ്ങിയിട്ട്. അപ്പോൾ ഓരോരോ ഭാഗം പിടിച്ചു വരുമ്പോൾ അവിടെയുള്ള സംഗതികളൊക്കെ കിട്ടുന്നു. വേറൊരു രാജ്യത്തിന് ഇതിൽ ഇടപെടണം എന്നൊക്കെ തോന്നിയാൽ, ഇപ്പോൾ ഈ ഭാഗത്തെ സിറിയയാണ് ഇതെന്ന് റിപ്പോർട്ടുകളിലുണ്ടല്ലോ. വേറൊരു രാജ്യത്തിന് അവിടെ ഇടപെടണമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഈ വിമാനത്താവളങ്ങൾ അത്യാവശ്യമായിരിക്കും. അതെ. ഇപ്പോൾ സപ്പോസ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാം, നാളെ റക്കീൻ മേഖലയിലേക്ക് അല്ലെങ്കിൽ അരക്കൻ ആർമിയെ സഹായിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇന്ത്യക്ക് സുരക്ഷിതമായി ഇന്ത്യൻ ഫൈറ്റേഴ്സിന്, ജെറ്റ്സിന് അവിടെ പോയി ഇറങ്ങാം. നമ്മുടെ പാരാട്രൂപ്സിനെ ഇറക്കാം. കാരണം മുമ്പത്തെ അവസ്ഥയിലല്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഈ സംഗതിയൊക്കെ മാറിയില്ലേ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ചൊറിയുന്ന പരിപാടികളല്ലേ ബംഗ്ലാദേശും ചൈനയും ഒക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്കും അത്യാവശ്യം അമേരിക്കയായിട്ട് നല്ല ബന്ധത്തിൽ പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയെ ഒരുപാട് അങ്ങ് ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതാണ് ഈ മ്യാൻമാറിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇടപെടും. അതെ. ചൈന എന്തുകൊണ്ടാണ് മ്യാൻമാറിൻ്റെ കാര്യത്തിൽ ചൈന ഇന്ത്യ കാണിക്കുന്ന അത്രയും പോലും താല്പര്യം കാണിക്കുന്നില്ല, ധൈര്യം കാണിക്കുന്നില്ല, ചങ്കൂറ്റം എന്ന് പറയുന്ന സംഗതി കാണിക്കുന്നില്ല. ചൈനീസ് പക്ഷപാതികളായ തീവ്രവാദികൾക്ക്, അവിടുത്തെ വിമതന്മാർക്ക് കാര്യമായ ഓപ്പറേഷൻസ് നടത്താനും കഴിയുന്നില്ല. പിന്നെ ഈ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നതൊക്കെ ഇപ്പോൾ റക്കീൻ വർത്തമാനം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ റോഹിംഗ്യകളെ പരസ്യമായിട്ട് എതിർക്കുന്നോ വിമർശിക്കുന്നോ ഒന്നുമില്ല. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് അവരൊക്കെ ഓൾറെഡി അവിടെ പോയി കഴിഞ്ഞ് ബംഗ്ലാദേശിലെ ക്യാമ്പുകളിൽ കഴിയാണ്. പിന്നെ ബംഗ്ലാദേശ് അവരെയൊക്കെ റോഹിംഗ്യയ്ക്ക് വേറെ സേനയുണ്ട്. ആ സേനയെ പട്ടാള ഭരണകൂടം അരക്കൻ ആർമിക്കെതിരെ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിൽക്കാൻ പറ്റാത്തത്. അല്ല, നമ്മൾ ഈ അരക്കനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ടോക്കിൽ TG ഇങ്ങനെ പറഞ്ഞു, അരക്കൻ അത് വെറും പിള്ളേർ. അത് TG ഒരു തമാശയായിട്ട് പറഞ്ഞതാണ്. ചെറിയ പിള്ളേർ യുദ്ധതന്ത്രത്തിൻ്റെ കാര്യത്തിലും സൈനികമായ അനുഭവങ്ങളുടെ കാര്യത്തിലും വളരെ വിഖ്യാതമായ സേനകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ കുട്ടികളാണ്. അതല്ലാതെ അവരെ കൊണ്ട് ശേഷിയില്ല എന്നല്ല. നമ്മുടെ ചില ഈ അരക്കൻ വീഡിയോയുടെ താഴെ വന്നിട്ട് ചിലർ കമൻറ്റ് ചെയ്തു, ഇന്നലെ നിങ്ങളുടെ വീഡിയോ തന്നെ TG പറഞ്ഞല്ലോ അവർ വെറും പിള്ളേരാണെന്നുള്ള. അവർ പിള്ളേരാണെന്ന് പറഞ്ഞത് വേറെ അർത്ഥത്തിലാണ്. അപ്പം അത് അവർ മറ്റ് ഇന്ത്യൻ ആർമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ കുട്ടികളാണ് എന്ന് പറയാം. അതിനെ നമുക്ക് വേറൊരു സാധനമായിട്ട് കമ്പയർ ചെയ്താൽ ശരിയാവും. നമ്മൾ മുക്തിബാഹിനിയായിട്ട് കമ്പയർ ചെയ്താൽ മതി. കാരണം ബംഗ്ലാദേശിന് ഈ പറഞ്ഞ പോലെ പിള്ളേർ
സെറ്റുകളാണ് ഈ മുക്തിബാഹിനി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെയൊക്കെ നേതാവായിരുന്നില്ലേ മുജിബുർ റഹ്മാൻ. അതെ. എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ 2 നേതാക്കളും, ഒരാൾ ഗാർഡനറായിട്ട് തുടങ്ങിയതാണ്, മറ്റേയാൾ പ്രാക്ടീസിങ് ഡോക്ടറുമാണ്. ഇവരൊക്കെ ലൈവായിട്ട് BBC-യോടും CNN-നോടും ഒക്കെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ തന്നെ. അല്ല, സംസാരിക്കുന്നുണ്ടെന്നല്ല, അവർക്ക് BBC-യും CNN-ഉം സ്പേസ് കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ആലോചിക്കുന്നത്. അതാലോചിക്കണം. ആഗോളമായിട്ട് തന്നെ ആളുകൾക്ക് മനസ്സിലായി ഇനി ഇവരാണ് റെക്കഗ്നൈസ് ചെയ്തു. അതുകൊണ്ടാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ജനാധിപത്യ ഭരണകൂടങ്ങൾ എല്ലായിടത്തും ഉണ്ടാകണമെന്നാണ്. ഇത് ഓങ് സാൻ സൂക്കിയെ തട്ടി എടുത്തു കളഞ്ഞിട്ടുണ്ടായ പട്ടാള ഭരണകൂടമാണ്. ജനങ്ങൾക്ക് അവരോട് താല്പര്യമില്ല. പിന്നെ പിള്ളേരെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, മുക്തിബാഹിനിയുടെ കാര്യത്തിലെന്ന പോലെ ജനങ്ങൾ മുഴുവൻ അവരുടെ കൂടെയാണ്, ഈ പിള്ളേരുടെ കൂടെയാണ്. അതാണ്. അതെ. ഏതായാലും അരക്കന് വിമാനം കിട്ടിയെന്നുള്ള കിട്ടിയോ എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസം വരും. എന്തൊക്കെയായാലും 2 വിമാനത്താവളങ്ങൾ കിട്ടി. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.